വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസമായിട്ടുള്ള യുവാക്കൾക്കും ഇവിടുത്തെ തൊഴിൽ അന്വേഷകർക്കും എത്തിക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് നോളജ് എക്കോണമി മിഷൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള തൊഴിലുകളാണ് നമ്മൾ ഈ അഗ്രിഗേറ്റ് ചെയ്യുകയും അത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പൊ അതില് നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ജോലികളുണ്ട്, പാർട്ട് ടൈം ആയിട്ടുള്ള ജോലികളുണ്ട്, ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡ് ആയിട്ടുള്ള ഫ്രീലാൻസിങ് മുതലായ ജോലികളുണ്ട്. പിന്നെ ഈ പുതിയ നോർമലിന്റെ ഭാഗമായിട്ട് വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ റിമോട്ട് വർക്കിംഗ് വളരെയധികം വ്യാപകമായിട്ടുണ്ട്. ഒത്തിരി കമ്പനികൾ ആളുകളെ അവരുടെ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് എവിടെ വേണമെങ്കിലും വർക്ക് ഫ്രം എനിവെയർ എന്നുള്ള ഒരു മോഡലിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള തൊഴിലുകൾ നമ്മൾ അഗ്രിഗേറ്റ് ചെയ്ത് ഈ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുകയും അത് നമ്മുടെ പ്രത്യേകിച്ച് അഭ്യസ്തവിദ്യരായിട്ട് തൊഴിലിന് ഇടയ്ക്ക് ബ്രേക്ക് വന്ന കരിയർ ബ്രേക്ക് വന്ന അഭ്യസ്തവിദ്യരായിട്ടുള്ള വീട്ടമ്മമാർക്ക് പോലും ഉപകരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം നോളജ് ജോബ്സ് ആണ്. ബ്ലൂ കോളർ ജോബ്സ് എന്ന് പറയുന്നതിൽ നിന്ന് ഒരിത്തിരി വ്യത്യസ്തമായിട്ട് ഗ്രേ കോളർ അല്ലെങ്കിൽ വൈറ്റ് കോളർ തൊഴിലുകൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് കേരള നോളജ് എക്കോണമി മിഷൻ. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയാ ആ മേഖലയിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ നോളജ് എക്കോണമി മിഷനിൽ വന്ന് ട്രൈ ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള തൊഴിലുകൾ ലഭ്യമാക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ICT അക്കാഡമി ഇതിന്റെ ഒരു കോൺസെപ്റ്റലൈസേഷൻ സ്റ്റേജ് മുതൽ ഞങ്ങൾ ഇതിൽ പാർട്ടിസിപ്പന്റ് ആണ്. വളരെ ഡിലൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിന്റെ കോൺസെപ്റ്റലൈസേഷൻ, ആർക്കിടെക്ചറിങ്, ഡിസൈനിങ് അതിലെല്ലാം നമ്മൾ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇൻ ടേംസ് ഓഫ് സർവീസസ് നമ്മൾ രണ്ട് പ്രധാന മേഖലകളിലാണ് ഇംപ്ലിമെന്റേഷൻ ടൈമിൽ നമ്മൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ ഈ സ്കില്ലിംഗ്, ഡിജിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള IT എനേബിൾഡ് മേഖലയിലുള്ള എല്ലാത്തരം സ്കില്ലിംഗ് പ്രോഗ്രാമുകളും ICT അക്കാഡമി അതിലൊരു പാർട്ണറായി പങ്കെടുക്കുകയും നമ്മൾ വഴി ആ സ്കില്ലിംഗ് ഓഗ്മെന്റ് ചെയ്യാനുള്ള ഒരു പദ്ധതിയുണ്ട്. രണ്ടാമത്തത് ഈക്വലി ഇമ്പോർട്ടന്റ് ഓർ മോർ ഇമ്പോർട്ടന്റ് ഡിമാൻഡ് അഗ്രിഗേഷൻ നമ്മൾ വിളിക്കും. അത് എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള എല്ലാത്തരം ഡിമാൻഡുകളെ നമ്മളൊന്ന് അഗ്രിഗേറ്റ് ചെയ്ത് ഈ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുക എന്നുള്ള ഒരു പ്രധാന ദൗത്യം കൂടി ICT അക്കാഡമി ഏറ്റെടുത്തിട്ടുണ്ട്. ഇതില് സ്കില്ലിംഗിന്റെ കാര്യത്തിലും ICT അക്കാഡമിയുടെ കോർ ഏരിയ എന്ന് പറയുന്നത് ITS ആണ്. അപ്പൊ നേരിട്ടുള്ള ഡിമാൻഡ് അഗ്രിഗേഷൻ ITS മേഖലകളിലായിരിക്കും. മറ്റുള്ള നോൺ ITS മേഖലകളിൽ ഞങ്ങൾ പാർട്ട്ണർഷിപ്സുകൾ വഴിയാണ്. അപ്പൊ CIA ഒരു സുപ്രധാന പാർട്ണറാണ് നോളജ് എക്കോണമി മിഷന്റെ. അപ്പൊ നോളജ് എക്കോണമി മിഷനിൽ ഓൺബോർഡ് ചെയ്യപ്പെടുന്ന പാർട്ട്നേഴ്സുമായിട്ട് നമ്മൾ തൊഴിൽ അഗ്രിഗേഷൻ മേഖലയിൽ വർക്ക് ചെയ്യും, ITS മേഖലയിൽ നേരിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ട് എല്ലാത്തരം തൊഴിലുകളെയും മുന്നേ സൂചിപ്പിച്ച പോലെ പെർമനന്റ് ആവാം, ടെമ്പററി ആവാം, ഫ്രീലാൻസ് ആവാം, അങ്ങനെയുള്ള എല്ലാത്തരം തൊഴിലുകളെയും ഈ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് പ്രധാന ദൗത്യങ്ങളാണ് ICT അക്കാഡമിക്ക് ഇംപ്ലിമെന്റേഷന്റെ ഭാഗമായിട്ടുള്ളത്. ബട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഇതിന്റെ ഒരു കോർ ടീമിലും അംഗമാണ്. ഞാൻ അവരുടെ ഡിസൈൻ ടീമിലും ടെക്നോളജി ആർക്കിടെക്ചറിംഗ് ടീമിലും ഒക്കെ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ഇതുപോലുള്ള മേഖലകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ സ്ട്രെങ്ത് അതിലോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. മറ്റു പല പ്ലാറ്റ്ഫോമുകൾ നോക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ അവിടെ ഒരു സ്കില്ലിംഗ് പ്ലാറ്റ്ഫോം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോബ് പോർട്ടൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കരിയർ കൗൺസിലിംഗ് പ്ലാറ്റ്ഫോം ആയിരിക്കാം. റൈറ്റ്? നോളജ് എക്കോണമി മിഷന്റെ ഈ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ DWMS എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം, ഇതിന്റെ എല്ലാത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ അവിടെ നമ്മൾ മൊബിലൈസേഷൻ നടത്തുന്നുണ്ട്, ഗ്രൂമിംഗ് നടത്തുന്നുണ്ട്, അവർക്ക് വേണ്ടുന്ന കരിയർ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്, സ്കില്ല് വേണ്ടുന്നവർക്ക് സ്കില്ലിംഗ് കൊടുക്കുന്നുണ്ട്, തൊഴിൽ ലഭിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു കോംപ്രിഹെൻസീവ് പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്നതാണ്. അപ്പൊ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടുന്ന തരത്തിലുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള ഒരുവിധം എല്ലാ സർവീസുകളും ഈ പ്ലാറ്റ്ഫോം വഴി ഓഫർ ചെയ്യാൻ പറ്റും എന്നാണ് ഇതിന്റെ ഒരു ആർക്കിടെക്ചറിൽ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. Thank you all. മലയാളികൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ Sorry for the interruption. Good evening once again. So welcome again to Kerala Knowledge Economic Mission webinar series 2022. Today in this session, we will discuss about the trends and opportunities of digital marketing. Before starting the session, just a little housekeeping.
If you have any queries during the presentation, please type them into the chat box and make sure that you are on mute during the presentation. And we will also have a time for Q&A at the end of the session. Now, without further ado, we will turn the time over to Nibin Shah. Here is our chief speaker, Mr. Nibin Shah, and along with Nibin Shah, we have Mr. Regian Das, the head of knowledge department of ICT Academy of Kerala, and Mr. Sri Kumar, the head of retail operations of ICT Academy of Kerala. Along with my colleague, Mr. Crispin is also here. He's the project associate of ICT Academy of Kerala. Before leaving to Nibin Shah, our speaker today is Mr. Nibin Shah. He is a great expert in the field of digital strategist and makes leading training and coaching, handling social media management for personal brands. He also holds a degree in the field of entrepreneurship, administration, and business law from the National University of Judicial Science. It's our great pleasure and great opportunity to get him as the speaker today. Welcome you, sir. Now the floor is yours. Hi, thank you so much for a wonderful introduction. Just asking whether I'm audible to everyone. Yes, sir, you can. All right, all right. So നമ്മുടെ participants എല്ലാം മലയാളികളാണോ? വേറെ സ്ഥലത്ത് നിന്ന് വന്ന ആളുകളുണ്ടോ? There are few from outside Kerala. All right, so outside Kerala. All right, so let me actually ask the participants itself so that it will become easier for them to communicate with me. If you are from Kerala, please type K in the chat box. That will help me to understand, my audience better. Okay, K. All right, great. Thank you so much for responding. And if there is anybody from a place other than Kerala, you can chat, you can put your place name. If it is Maharashtra, then probably you can put M. If it is Karnataka, then you have to put KAR. If it is Tamil Nadu, then you can put TN. That will help me to understand my audience better. So please do that. Okay, Vinita Chandran is from Karnataka. AP Devathoy, Ganesh is from AP. Great, okay. Anybody else from other places like Tamil Nadu or any other? Okay. So throughout this conversation, please feel free to interact with me. You can, I am sure that you'll be knowing the options. There is an option there where you can actually click raise hand, and then you can keep it raised so that if you have any question, then I'll answer that. പിന്നെ കൂടുതലും മലയാളികളായതുകൊണ്ട് മലയാളവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് മിക്സ് ചെയ്തിട്ടാണ്. And the slides which usually I don't prepare slides, but this time it is more of information, so I prepared some slides also. When I show the slides, people who cannot understand, even if I speak in Malayalam, if some point you're not getting, you can actually read from the slide and understand. But however, you can still stop me and ask me the question. Okay? Ellaru okay alle? Ellaru okay ആണെങ്കിൽ okay എന്നൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യാമോ? Okay. എനിക്ക് നമ്മുടെ first of all, thank you so much to ICT Academy and Riji and all of the people who are supporting me, helping me, and who have given me the opportunity. I request the people who actually handle this meeting to give me permission to share my screen. Do I have this share screen permission? Yes, I do have. Thank you so much. Yes, I do have. Thank you. All right. ഇപ്പൊ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോയിൽ വന്ന് സംസാരിക്കാം. വീഡിയോയിൽ വരാൻ താല്പര്യമില്ലെങ്കിൽ you can keep your video off and you can talk to me through the audio connect. ഹെഡ്സെറ്റിലൂടെ സംസാരിക്കാം, ഫോണിലൂടെ സംസാരിക്കാം. ചാറ്റ് ആണ് നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ അങ്ങനെ സംസാരിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ്, അല്ലെ? അപ്പോൾ ഈ ഏരിയ
നിങ്ങൾ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? ഫസ്റ്റ് ടൈം ആണ് ആരെങ്കിലും കേൾക്കുന്നതെങ്കിൽ F എന്നൊന്ന് ടൈപ്പ് ചെയ്യാമോ? Galaxy A7 is saying that I didn't get the voice, so please exit and re-enter. Please exit and re-enter. അത് മാത്രമല്ല, see there's an option here down. ഇവിടെ സ്പീക്കർ കണക്ഷൻ ഓഡിയോ സെറ്റിംഗ്സിൽ when it prompts for connecting audio, please give permission. This is my reply to the person who actually told me that he cannot hear me well. This is the answer to Galaxy A7 2016. All right. Now I can see that so many people are saying F or yes. That means for the first time you are listening to the word digital marketing. So do you think that I should actually digital marketing എന്താണെന്ന് ഞാൻ explain ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ കെമിസ്ട്രി ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ആദ്യം കുട്ടികൾ എന്താണ് കെമിസ്ട്രി എന്ന് പറയുന്നത് പോലെയാണ്. അല്പം ബോറടിപ്പിക്കുന്ന സംഗതിയാണ്, എന്നാലും പറയാം. Do you think I should actually explain digital marketing? Yes, please. Okay, all right. So I love this when you people are really, really frank. You are asking me openly, so that's a real good thing. So my name is Nipin. Today I'm here talking about the opportunities in digital marketing and what are the things happening. Is it worth considering learning something more about digital marketing? Is the entire agenda about the program. You would have heard about the word marketing, right? സെയിൽസ് മാർക്കറ്റിംഗ് നമുക്ക് വളരെ വളരെ പരിചിതമായ രണ്ട് വാക്കുകളാണ്. സെയിൽസ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രോഡക്റ്റ് നേരിട്ട് വിൽക്കുകയാണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമർ വാങ്ങുന്നതിന് ആവശ്യമായ ഒരു കസ്റ്റമറിനെ പ്രോംപ്റ്റ് ചെയ്ത് ഈ പ്രോഡക്റ്റ് കൊള്ളാം, ഇത് അവൈലബിൾ ആണെങ്കിൽ ഞാൻ വാങ്ങും എന്ന് കസ്റ്റമറിനെ പ്രോംപ്റ്റ് ചെയ്ത് മേടിക്കുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ബട്ട് nowadays people are actually confusing between sales and marketing. But marketing is slightly considered as a slightly more, a job which involves more technical skills and more intelligence. Now, what is digital marketing? If I read the slide, sometimes I'll have to read the slide to make you understand technically what digital marketing is. It says that the promotion of brands to connect with potential customers using internet and other forms of digital communication. ഇപ്പൊ നമ്മൾ എങ്ങനെയാ ഇപ്പൊ സംസാരിക്കുന്നത്, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ പരിചയിച്ച രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പാൻഡമിക് വന്നതിന് ശേഷം ഒരു അധ്യാപകൻ ഒരു ക്ലാസ് റൂം അല്ലെങ്കിൽ ഒരു ഹോട്ടൽ റൂം, ഒരു മീറ്റിംഗ് റൂം, ഒരു ബോർഡ് റൂം, അവിടെ പോയി നമ്മൾ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രസംഗം കേൾക്കാൻ പോകുന്നു, ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു എന്നതിൽ നിന്ന് മാറി അവരവരുടെ സ്ഥലത്തിരുന്നുകൊണ്ട് ഒരു മൊബൈൽ ഫോണോ ഒരു കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് നമ്മളെല്ലാവരും കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നത്. ദിസ് ഇസ് എ ഡിജിറ്റൽ ഫോം ഓഫ് മീറ്റിംഗ്, റൈറ്റ്? ദിസ് ഇസ് എ വെർച്വൽ ഫോം ഓഫ് മീറ്റിംഗ്, അല്ലെ? നമ്മൾ ആരും റിയൽ ആയിട്ട് ഒരു സ്ഥലത്ത് വരുന്നില്ല, എന്നാൽ നമ്മൾ എല്ലാവരും വെർച്വൽ ആയിട്ട് ഒരു സ്ഥലത്ത് കണക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ലോകത്ത് നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഭവം, അതായത് ഞാനൊരു കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകനാണെന്ന് വയ്ക്കുക. അപ്പോ മുമ്പൊക്കെ നമ്മുടെ വീട്ടിനടുത്തൊരു ട്യൂഷൻ സാർ ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ എന്താണ് ചെയ്യുക? വീടിന്റെ ഫ്രണ്ടിൽ, ഗേറ്റിന്റെ ഫ്രണ്ടില് മാത്തമാറ്റിക്സ് ട്യൂഷൻ 8, 9, 10, +1, +2 ഡിഗ്രി ക്ലാസ്സസ്, ചിലപ്പോ BE, BTech ഓൾസോ എന്ന് എഴുതി വെക്കും. ദാറ്റ്സ് എ വേ ദേ ഡു മാർക്കറ്റിംഗ്, റൈറ്റ്? ഇപ്പൊ കഴിഞ്ഞ ഒരു 1-2 വർഷം നമുക്ക് വീടിന് പുറത്തേ ഇറങ്ങാൻ പറ്റാതായ സിറ്റുവേഷൻ, വീടിന്റെ പുറത്ത് ഇങ്ങനെ ഒരു ബോർഡ് വെച്ചാൽ വർക്ക് ചെയ്യൂ? നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ചില കാര്യങ്ങൾ പറയാം. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഹിന്ദി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടാവും, ചിലപ്പോ ഗിത്താറോ പെയിന്റിങ്ങോ പഠിപ്പിക്കുന്നവരുണ്ടാവും, അല്ലെ? അതുപോലെ പ്രോഡക്റ്റുകൾ വിൽക്കുന്നവരുണ്ടാവും. ഇപ്പൊ സൊമാറ്റോ, സ്വിഗ്ഗി പോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കിപ്പോ ചിരപരിചിതമായി കഴിഞ്ഞു. അപ്പോ നമ്മൾ സാധാരണ കണ്ടുവരുന്ന സെയിൽസ് പ്രോസസ്സിന്റെ പിന്നിലുള്ള മാർക്കറ്റിംഗ് എഫേർട്സിനെ ഡിജിറ്റൽ മീഡിയത്തിലൂടെ, ഡിജിറ്റൽ മീഡിയം വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ഷുഡ് ബി ഹാവിംഗ് ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഡിജിറ്റൽ മീഡിയത്തിലൂടെ നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയാണ്
digital marketing. If you look at the slide, you can understand. It uses sometimes email, it uses social media. And the social media, നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അതൊക്കെയാണ് സോഷ്യൽ മീഡിയ. അല്ലെങ്കിൽ വെബ് ബേസ്ഡ് അഡ്വർടൈസിങ്. നമ്മൾ ഗൂഗിളിലൊക്കെ പോയി ചില സൈറ്റിലൊക്കെ കയറുമ്പോൾ അതിന്റെ സൈഡിലൊക്കെ പരസ്യങ്ങൾ കാണാറില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഫോമിലൂടെ മാർക്കറ്റിംഗ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുക. എന്തുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ പഠിച്ചാലും ഇല്ലെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. അതാണ് വരുന്ന സ്ലൈഡിൽ. ഈ മൊത്തം പ്രസന്റേഷനെ 2 ഏരിയ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഏരിയയിൽ എന്തുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരും കാലങ്ങളിൽ, ഇന്നും ഇനി വരുന്ന കാലത്തും വളരെ പ്രധാനമാണ്, അതിന്റെ കുറച്ച് ഡാറ്റയാണ്. അപ്പൊ അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പൊ അതിനുശേഷം വരുന്നത് ഫ്യൂച്ചറിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്നുള്ളതാണ്. അതും കുറച്ച് ബോറിംഗ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ഇന്ററാക്ഷൻ ഭയങ്കര പ്രധാനമാണ് ഈ പ്രോസസ്സ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ഒരു ബ്ലാങ്ക് സ്ക്രീനിനെ നോക്കിയാണ് സംസാരിക്കുന്നത്. അപ്പൊ എന്റെ ചലഞ്ച് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ ചാറ്റ് വഴി നിങ്ങൾ എന്തെങ്കിലും റെസ്പോൺസ് തരികയോ ചെയ്താൽ that will really give me a lot of boost. Okay, ഈ ചാറ്റ് വഴി റെസ്പോൺസ് തരുമ്പോൾ ദയവ് ചെയ്ത് ആരും എനിക്ക് പേഴ്സണൽ ആയിട്ട് അയക്കണ്ട. കാര്യം പേഴ്സണൽ ആയിട്ട് അയച്ചാൽ ഞാനൊരു മറുപടി അയക്കുമ്പോൾ എനിക്ക് പിന്നെ പോയി അത് ചേഞ്ച് ചെയ്ത് എവ്രി വൺ ഇൻ മീറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അത് നമ്മുടെ സമയത്തെ ബാധിക്കും. അപ്പൊ ചാറ്റ് ബോക്സിൽ എവ്രി വൺ എന്നായിരിക്കും കിടക്കുന്നത്. അപ്പൊ നിങ്ങളൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ സെൻഡ് ഇറ്റ് ടു ദ കോമൺ ചാറ്റ് ബോക്സ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും റെഡി ആണെങ്കിൽ ആരെന്ന് ടൈപ്പ് ചെയ്യും പെട്ടെന്ന്. Super. I can see a lot of R. നിങ്ങൾ എല്ലാവരും സ്റ്റുഡൻസ് ആണോ? All of you are students? You've completed some kind of degree course? Let me ask you this. Is there any person who is a business owner or an entrepreneur here? If there is a business owner here, please type B. Graduate working. So Manoj is working. Okay, in which industry do you work, Manoj? Arun Krishnan is a business owner or an entrepreneur. Great. Where do you work, Manoj? Which industry? You need not have to tell me the company name or anything, but you can at least refer me the. Okay, you work in an IT company. Great. All right. Accounts executive. Super. Okay. All right. Ashwati is a graduate. Right. I think I assume most of the people, participants here are, just finished their graduation. People are not working. But at the same time, there are, roughly 10% of people who are, working somewhere, post-graduated, creator. All right. Fine, great, super. Now, since I told you about what is digital marketing, let us understand why digital marketing is important. And this, ഇനി ഞാൻ പറയാൻ പോകുന്ന സംഭവത്തിൽ നിറയെ ഡാറ്റ ഉണ്ട്. പക്ഷെ ഈ ഡാറ്റ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റയാണ് അനാലിസിസിന് വേണ്ടിയിട്ട്. സോ ലെറ്റ്സ് ട്രൈ അണ്ടർസ്റ്റാൻഡ് സം ഡാറ്റ. ഇപ്പൊ ഞാൻ ഇന്റർനെറ്റിനെ കുറിച്ചൊരു ഓവർവ്യൂ ആണ് ഈ സ്ലൈഡിൽ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഗ്ലോബൽ സെനേറിയോയും ഇന്ത്യൻ സിറ്റുവേഷൻസും രണ്ടും നമുക്ക് സൈഡ് ബൈ സൈഡ് ആയിട്ട് കാണാൻ പറ്റും. ഏതാണ്ട് 7 ബില്യൺ അതാണ് ലോകത്തിന്റെ പോപ്പുലേഷൻ. നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. മൊബൈൽ എടുക്കുക, വേൾഡ് പോപ്പുലേഷൻ ഗൂഗിൾ ചെയ്താൽ 6.9 or 8.9 or something, ഏതാണ്ട് ക്ലോസ് ടു 7 ബില്യൺ ആണ് ലോകത്തിന്റെ പോപ്പുലേഷൻ. അപ്പൊ അതില് 5 ബില്യൺ ആൾക്കാരും ഇന്ന് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് രണ്ടാമത്തെ പാർട്ട് നോക്കണ്ട, ഫസ്റ്റ് പാർട്ട് മാത്രം നോക്കിയാൽ. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഗ്ലോബൽ സെനറി. 5 ബില്യൺ ആൾക്കാർ ഇന്ന് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് അത്ഭുതമുള്ള കാര്യമല്ല. ഏറെക്കുറെ കേരളത്തിലെ എല്ലാ ഭാഗത്തും ഇന്റർനെറ്റ് ഉണ്ട്. വളരെ വളരെ റൂറൽ ആയിട്ടുള്ള ഭാഗങ്ങളിൽ മാത്രമേ ഇന്റർനെറ്റ് ഇല്ലാതെ ഉള്ളൂ. ലോകത്തെ പോപ്പുലേഷന്റെ 63% ഇന്റർനെറ്റ് വഴി ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കണക്റ്റഡ് ആണ്. വേറൊരു കാര്യം കൂടെ നോക്കൂ. ആവറേജ് ആയി ലോകത്ത് ഒരാൾ ഏതാണ്ട് 7 മണിക്കൂറോളം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇന്റർനെറ്റുമായി കണക്റ്റഡ് ആണ്. അത് ചിലപ്പോൾ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനം വഴിയാവാം, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ വഴിയാകാം, അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുന്ന അവരുടെ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇന്റർനെറ്റ് കണക്ട് ചെയ്തിട്ടാവാം. ആവറേജ് time a person spent on internet is close to 7 hours. Now look at the Indian scenario. Naturally നമ്മൾ പറയേണ്ടതില്ല, ലോകത്തെ ഏതാണ്ട് 1 ബില്യണോളം ആൾക്കാർ ചൈനയിൽ ഇന്റർനെറ്റ് യൂസേഴ്സ് ആണ്. അപ്പൊ അവരാണ് നമ്പർ 1 ഇൻ ദ വേൾഡ്.
അത് കഴിഞ്ഞാൽ സെക്കൻഡ് പ്ലേസ് ഇന്ത്യയിലാണ്. 658 മില്യൺ, ഒരു വലിയ നമ്പറാണ്. എന്നാൽ വേൾഡ് സെനാരിയോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, വേൾഡ് സിറ്റുവേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ പകുതിയോളം ആൾക്കാർ മാത്രമേ ഇപ്പോഴും ഇന്റർനെറ്റിൽ കണക്റ്റഡ് ആയിട്ടുള്ളൂ. വേൾഡ് ആവറേജിനെക്കാളും അല്പം കൂടി കൂടുതൽ സമയം ഇന്ത്യൻസ് ഇന്റർനെറ്റിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് കാരണങ്ങൾ പലതാവാം. എന്നാൽ പൊതുവിൽ നമ്മുടെ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് സ്ലൈറ്റ്ലി കൂടുതലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ബാൻഡ് വിഡ്ത്തോ സ്പീഡോ കുറവായതുകൊണ്ട് പ്രോബബ്ലി വർക്ക് ഫിനിഷ് ചെയ്യുന്നതിന് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വന്നതുകൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിലത് ഈ ഡാറ്റ എടുത്തിരിക്കുന്നതിൽ ഏറെക്കുറെ 2022 ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയൊക്കെയുള്ള പീരീഡ് ആണ്. അപ്പൊ ഇന്ത്യൻ സെനേറിയോ എനിക്ക് ഏതാണ്ട് ഫെബ്രുവരി ഡാറ്റയാണ് കിട്ടിയത്. ഗ്ലോബൽ സെനേറിയോ 2022 ഏപ്രിൽ ഡാറ്റയാണ് കിട്ടിയത്. അപ്പൊ ഏറെക്കുറെ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് നമ്മുടെ 2022 സിറ്റുവേഷൻ ആണ്. റിലേറ്റീവ്ലി ന്യൂ ഇൻഫർമേഷൻ എന്ന് പറയാം. അപ്പൊ ഓക്കെ ആണല്ലോ. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയല്ല, ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്താലും അതിനെ ഡിജിറ്റലുമായി ബന്ധപ്പെടുത്തി എന്തുകൊണ്ട് ചിന്തിക്കണം എന്നുള്ളതിന് ഇതൊരു പ്രധാനപ്പെട്ട റീസൺ ആണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വയറിയോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ ചാറ്റ് ചെയ്യുക, അൺമ്യൂട്ട് ചെയ്യുക, സംസാരിക്കുക, ഹാൻഡ് റൈസ് ചെയ്യുക. ഭയങ്കര ബഹളമാണെങ്കിൽ മാത്രം ഞാൻ മ്യൂട്ട് ചെയ്യാൻ പറയും. അതർവൈസ് യു ക്യാൻ ആക്ച്വലി ഡു ദിസ്. ഓക്കെ, കുറച്ചുകൂടെ താഴോട്ട് പോയാൽ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നവരെക്കാട്ടിലും നാച്ചുറലി കുറവായിരിക്കും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഉദാഹരണം ഒന്ന് ചാറ്റ് ചെയ്യാം. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? ഏത് പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്? ട്വിറ്റർ വരുന്നുണ്ട്, ഫേസ്ബുക്ക് വരുന്നുണ്ട്, വാട്സാപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, സൂപ്പർ, ടെലിഗ്രാം, അങ്ങനെ പല പല പ്ലാറ്റ്ഫോംസ്. അപ്പൊ ഇതൊക്കെ നമ്മളൊരു 1-to-1 കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ 1-to-many കമ്മ്യൂണിക്കേഷനോ നമുക്ക് സൊസൈറ്റിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്, നമുക്ക് സൊസൈറ്റിയുമായി ഇടപഴകുന്നതിന്, മെസ്സേജസ്, ന്യൂസ്, പിന്നെ ഫണ്ട് റിലേറ്റഡ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് സമൂഹവുമായി, ലോകവുമായി തുറന്നു വെച്ചിരിക്കുന്ന ഒരു വിൻഡോയാണ് സോഷ്യൽ മീഡിയ. നമ്മളൊരു ക്ലബിൽ മെമ്പർ ആവുന്നത് പോലെയാണ് നമ്മൾ ട്വിറ്ററിൽ മെമ്പർ ആവുന്നത്. അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്ത പോലെയാണെന്ന് വെച്ചോളൂ. സ്കൂള് പല ക്ലാസ്സുകളുണ്ട്, അതിലൊരു ക്ലാസ് റൂം, അതിൽ ഒരു 50-60 കുട്ടികൾ. അതുപോലെയാണ് നമ്മളുടെ ചെറിയ ചെറിയ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും നമ്മുടെ കണക്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ്. എന്നാൽ സാധ്യതകൾ വളരെ വിശാലമാണ്. ഇതിനകത്ത് ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് നമുക്ക് നോക്കാം. നമ്പേഴ്സ് ആണ്, തീർച്ചയായിട്ടും ബോറിംഗ് ആയിരിക്കും. പക്ഷെ ഈ നമ്പേഴ്സ് മനസ്സിലാക്കേണ്ടുന്നത് ഭയങ്കര പ്രധാനമാണ്. ഇവിടെ നോക്കൂ, നമ്മുടെ ഗ്ലോബൽ സെനേറിയോയില് SM എന്ന് എഴുതിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ എന്നാണ്. സോഷ്യൽ മീഡിയ യൂസേഴ്സ്, ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആളുകളുടെ 93% സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്. ഒരാൾ ആവറേജ് ഏതാണ്ട് 2.5 മണിക്കൂറോളം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതും ഓതന്റിക് ആയിട്ടുള്ള ഡാറ്റയാണ്, ചില സോഴ്സസിൽ നിന്ന് എടുത്തതാണ്, പബ്ലിക്കലി അവൈലബിൾ ആണ്. യു ക്യാൻ ഓൾസോ search in Google, that will lead you to a couple of sites. അതുപോലെ ലോകത്ത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിൽ 46% ഫീമെയിൽസും 54% മെയിലുമാണ്. അപ്പൊ ഈ ഡാറ്റയ്ക്ക് എന്താ പ്രാധാന്യം? ഒരുപാട് പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ ഫർദർ ആയിട്ടുള്ള സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ലുക്ക് അറ്റ് ഇന്ത്യൻ സെനറ്റ്. ഇന്ത്യയില് മൊത്തം പോപ്പുലേഷന്റെ 70% ആളുകൾ മാത്രമേ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ റീച്ച് ആയിട്ടുള്ളൂ, ഏതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ കണക്റ്റഡ് ആയിട്ടുള്ളൂ. പക്ഷെ ആവറേജ് ടൈം ഏറെക്കുറെ സെയിം തന്നെയാണ്, 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ 36 മിനിറ്റ് ഓരോ ഇന്ത്യനും സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നു. ഒരു വ്യത്യാസം, ഒരു വളരെ ക്ലിയർ ആയിട്ടൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയില് ഫീമെയിൽ യൂസേഴ്സ് 25.5% മാത്രമേ, അതായത് മൊത്തം സോഷ്യൽ മീഡിയ യൂസേഴ്സിന്റെ 25% മാത്രമാണ് ഇന്ത്യയിലെ ഫീമെയിൽ സോഷ്യൽ മീഡിയ യൂസേഴ്സ്. 75% ഇപ്പോഴും ഇന്ത്യൻ സിറ്റുവേഷൻസിൽ മെയിൽസ് ആണ്. പക്ഷെ ലോകത്തിലുള്ള ഡാറ്റ ഒന്ന് നോക്കി, ഏതാണ്ട് പകുതി 45-55 അതാണ് മെയിൽ ഫീമെയിൽ അനുപാതം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരുടെ. ഇന്ത്യയിൽ വരുമ്പോൾ അത്
ഇന്ത്യൻ മെയിൽസിന്റെ 1/3 കൗണ്ട് മാത്രമേ ഫീമെയിൽസ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ നമ്പേഴ്സിന് എന്താ പ്രാധാന്യം? ഒരുപാട് പ്രാധാന്യമുണ്ട്. വരുന്ന സ്ലൈഡുകളിൽ കാണാം. താഴെ ഞാൻ ഒരു സെന്റൻസ് കൂടി എഴുതിയിട്ടുണ്ട്. 2014 ജനുവരിയിൽ നമ്മുടെ സോഷ്യൽ മീഡിയ യൂസേഴ്സ് എന്ന് പറയുന്നത് 90 മില്യൺ മാത്രമായിരുന്നു. ഇപ്പൊ അത് 467 മില്യൺ ആയി 2022 ജനുവരിയിൽ. അപ്പൊ നമ്മളിത് എത്ര മടങ്ങായി എങ്ങനെയാണ്? ഞാൻ എന്റെ കാൽക്കുലേറ്ററിൽ ലൈവായിട്ട് ചെയ്യാണ്. എന്റെ കാൽക്കുലേറ്റർ എടുത്തിട്ട് എത്ര മടങ്ങായി എങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുക? 467 ഡിവൈഡഡ് ബൈ 90, ഏതാണ്ട് 5 മടങ്ങിൽ കൂടുതൽ 2014 മുതൽ 22 വരെയുള്ള 8 വർഷ കാലയളവിൽ 5 മടങ്ങോളം നമ്മുടെ സോഷ്യൽ മീഡിയ യൂസേഴ്സ് കൂടി. അപ്പൊ ഇതെല്ലാം നമ്മളെ സൂചിപ്പിക്കുന്നത് നമ്മളുടെ പഴയ തരത്തിലുള്ള മാർക്കറ്റിംഗ് മെത്തഡോളജി അല്ലെങ്കിൽ സെയിൽസ് മെത്തഡോളജി സ്ട്രാറ്റജീസ് ഒക്കെ മാറ്റേണ്ടുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആലോചിക്കും ഇതൊക്കെ സെയിൽസ് ഹാൻഡിൽ ചെയ്യുന്നവർക്കുള്ളതല്ലേ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഹാൻഡിൽ ചെയ്യുന്നവർക്കുള്ളതല്ലേ? അല്ല. മുമ്പൊക്കെ നമ്മുടെ വീട്ടിലൊരു പത്രം വന്നാൽ വീട്ടിലുള്ള 1-2 മെമ്പേഴ്സ് എങ്കിലും ആ പത്രം എല്ലാ പേജും മറിച്ചു നോക്കുകയും പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ വായിക്കുകയും ചെയ്യും. ഒരു തലമുറയിൽപ്പെട്ട കുട്ടികൾക്കെല്ലാം പത്രം വായിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അഭിമാനമുള്ളൊരു വിഷയമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ആ ഒരു ഹാബിറ്റ് മാറി. ഇന്ന് നമ്മൾ കൂടുതലും ന്യൂസ് അറിയുന്നത് എവിടുന്ന നമ്മൾ ഇന്ന് ന്യൂസൊക്കെ ഒരു വലിയ ഒരു യൂണിവേഴ്സിറ്റി നമ്മുടെ കയ്യിലുണ്ട്. ഇവിടുന്ന് നമ്മള് ഓപ്പോ F5 നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് 5 times. ദീപക്, ഈ മൊബൈലിൽ തന്നെ എവിടുന്ന ന്യൂസ് അറിയുന്നത്? ഗൂഗിളോ? നമ്മൾ എത്ര പേര് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട്? സോഷ്യൽ മീഡിയയിൽ നമ്മൾ ന്യൂസ് കാണാറുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ ഏത് മീഡിയത്തിലാണ് നമ്മൾ ന്യൂസ് കാണുന്നത്? ആരെങ്കിലും ഉണ്ടാക്കി വിടുന്ന കുറെ ഫേക്ക് ന്യൂസ് നമുക്ക് വാട്സാപ്പിൽ വരും. ഒരുവിധപ്പെട്ട എല്ലാ ആളുകളും അല്ലെങ്കിൽ ഒരു വലിയ ശതമാനം ആളുകളും ഈ വാട്സാപ്പിൽ ആരെങ്കിലും ഉണ്ടാക്കി വിടുന്ന ഫേക്ക് ന്യൂസിനെ വിശ്വസിക്കുന്നുണ്ട്. കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ആളുകളുടെ ക്ലാസ്സിലോട്ട് വരുമ്പോൾ നമ്മൾ യൂട്യൂബിനെയും ഡെയിലി ഹണ്ട് പോലെയുള്ള മീഡിയത്തിനെ അല്ലെങ്കിൽ പത്രങ്ങളുടെ ഓൺലൈൻ എഡിഷൻസിനെയൊക്കെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഡിജിറ്റൽ ന്യൂസ് ആപ്സ്, യെസ്, ടൈംസ് ഓഫ് ഇന്ത്യക്കോ ഹിന്ദു ന്യൂസ് പേപ്പറിനോ ഒക്കെ ന്യൂസ് ആപ്സ്, മനോരമയ്ക്കും ഉണ്ട്. അപ്പൊ ഡിജിറ്റൽ എന്ന് പറയുന്നത് ഡിജിറ്റൽ സെയിൽസോ ഡിജിറ്റൽ മാർക്കറ്റിംഗോ അല്ല. ദ ലൈഫ് ഇറ്റ്സെൽഫ് ഈസ് ആക്ച്വലി മൂവിങ് ടുവേർഡ്സ് ഡിജിറ്റൽ. സോഷ്യൽ മീഡിയ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഏത് തരം സോഷ്യൽ മീഡിയക്കാണ് ഇൻഫ്ലുവൻസ് കൂടുതൽ? അതാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണുന്നത്. അതിനു മുമ്പ് ഈ പെർട്ടിക്കുലർ സ്ലൈഡിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഏതാണെന്ന് നിങ്ങളെ സംബന്ധിച്ച് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഞാൻ ടോട്ടൽ സോഷ്യൽ മീഡിയ യൂസേഴ്സ് പറഞ്ഞു, ടോട്ടൽ ഇന്റർനെറ്റ് യൂസേഴ്സിന്റെ എത്ര ശതമാനമാണ് സോഷ്യൽ മീഡിയ യൂസേഴ്സ് എന്ന് പറഞ്ഞു, ഓരോ ആളും എത്ര സമയം സോഷ്യൽ മീഡിയയിൽ ആവറേജ് ഇന്ത്യയിൽ ചെലവഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, മെയിൽ യൂസേഴ്സിന്റെ നമ്പേഴ്സ് പെർസെന്റേജ് പറഞ്ഞു, ഫീമെയിൽ യൂസേഴ്സിന്റെ പെർസെന്റേജ് പറഞ്ഞു. നിങ്ങളെ സംബന്ധിച്ച് ഇതിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഫാക്ട് എന്താണ്? Deepak is saying male female difference. Okay, marketing point of view, that is very important. I do accept. But I'm very curious. Where how many of you feel like, okay, this particular information is very, very important as far as I am concerned? 2000, okay. Rasne Fatima says that, 5-fold increase, 2014 to 2020. Social media user count is important for Manoj. Average number of people using social media and time. Yeah, Nilima, that's a very good observation. I appreciate you. 2.5 മണിക്കൂർ നേരമാണ് ഓരോ ആളും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഉറങ്ങുന്നത് എത്ര മണിക്കൂറാ? ഇപ്പോഴത്തെ തലമുറയൊക്കെ ഉറങ്ങുന്നത് ഒരു 5-5.5 മണിക്കൂർ ഉറങ്ങുമായിരിക്കും അല്ലെ? അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ. ചിലപ്പം പകലൊക്കെ കിടന്നുറങ്ങുന്നവരാണെങ്കിൽ ചിലപ്പോൾ രാത്രി ഒരു 4 മണി 5 മണിക്ക് കിടന്നുറങ്ങിയിട്ട് രാവിലെ അല്ലെങ്കിൽ രാവിലെ അല്ല വൈകിട്ട് 3 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നവരുണ്ട്. നമ്മുടെ ഫർദർ ആയിട്ടൊരു സ്ലൈഡിൽ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഞാനത് വായിച്ച് റിസർച്ച് ചെയ്ത കൂട്ടത്തിൽ കണ്ടതാണ്. നമ്മുടെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള സമയത്തിന്റെ ഏതാണ്ട് 15 മുതൽ 18% നമ്മൾ ചെലവഴിക്കുന്നത് ഇന്റർനെറ്റിലാണ്. ദാറ്റ്സ് എ വെരി വെരി വൈറ്റൽ ഇൻഫർമേഷൻ.
എവിടെയാണോ ആളുകൾ ഉള്ളത്, ഇപ്പൊ നമ്മള് ഒരു ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ ചന്തയിലോ ഒക്കെ കയറി പോകുമ്പോൾ അതിന്റെ സൈഡിൽ കർച്ചീഫ് വിൽക്കുന്ന ആളുകളൊക്കെ നിൽക്കുന്നുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ നോട്ടീസ് കൊടുക്കുന്ന ആളുകളൊക്കെ നിൽക്കുന്നുണ്ടാവും അല്ലെ. എന്തിനാണ് അവരവിടെ നിൽക്കുന്നത്? അവർക്ക് വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ട്? ഒരുപാട് ക്രൗഡ് കൂടുന്ന സ്ഥലത്താണ് സാധാരണ പരസ്യം ചെയ്യുന്ന ആൾക്കാര് അവരുടെ ബിൽ ബോർഡുകൾ വെക്കുക. കാരണം ഒത്തിരി ആളുകളിലേക്ക് കുറഞ്ഞ സമയം കൊണ്ട് എത്തിച്ചേരണം. അപ്പൊ ആളുള്ള സ്ഥലത്താണ് പ്രൊമോഷൻ ചെയ്യേണ്ടത്, ആരും ഇല്ലാത്ത സ്ഥലത്തല്ല. നമ്മള് അറ്റ്ലാന്റിക് ഓഷന്റെ നടുക്ക് കൊണ്ടുപോയിട്ട് ഒരു പുതിയ കാറിന്റെ പരസ്യം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ആളുകൾ ഉള്ള പൊട്ടൻഷ്യൽ ആളുകൾ ഉള്ള സ്ഥലത്ത് ആകെ ഒരു മൊത്തം ഒരു ഗ്രാമം എടുത്താൽ അവിടെ 50 വീട് മാത്രമുള്ള സ്ഥലത്ത് ചിലപ്പോൾ ഒരു കാറിന്റെ പരസ്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചെലവ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പോലും പറ്റുന്നത്. അതേസമയം ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു നഗരപ്രദേശത്തോ അല്ലെങ്കിൽ കുറച്ച് ആളുകളാണെങ്കിലും ഫിനാൻഷ്യലി വെൽ ഓഫ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലോ ഒരു എക്സ്പെൻസീവ് കാറിന്റെ പരസ്യം കാണിച്ചാൽ ടാർഗറ്റ് ഓഡിയൻസിൽ എത്തുന്നു അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഈ സ്ലൈഡിൽ നിന്നും ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഇൻഫറൻസ് എന്ന് പറയുന്നത് പീപ്പിൾ ആർ സ്പെൻഡിങ് ക്ലോസ് ടു 2.5 hours per day in internet. That is very, very important. And all other information is also important. But 2.5 hours is something which is very, very, very important. Now, moving forward, ഇത് നമ്മുടെ ഇന്റർനെറ്റ് യൂസേഴ്സില്, സോഷ്യൽ മീഡിയ യൂസേഴ്സില് 90% കൂടുതൽ ആളുകളും സോഷ്യൽ മീഡിയയിൽ എത്തിച്ചേരുന്നത് മൊബൈൽ വഴിയാണ്. അതിൽ മൊബൈൽ യൂസേഴ്സിൽ അധികം ആൾക്കാർ ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് മൊബൈൽസ്. അപ്പോ ഇവിടെ ടൈം സ്പെൻഡ് പെർ മന്ത് യൂസിങ് ആൻഡ്രോയിഡ് സോഷ്യൽ മീഡിയ ആപ്പ് ഓരോ മാസവും, ഇപ്പൊ ഫെബ്രുവരി 2022 എന്ന് പറയുന്ന മാസത്തിന്റെ ഡാറ്റയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റു മാസങ്ങൾ ഏറെക്കുറെ സെയിം ആയി. ഈ ഫെബ്രുവരി 2022 ഓരോ സോഷ്യൽ മീഡിയ യൂസറും ആവറേജ് എടുത്താൽ ഇന്ത്യയിൽ ഏതാണ്ട് 30 മണിക്കൂറോളം യൂട്യൂബിൽ ചെലവഴിച്ചിട്ടുണ്ട്. പെർ മന്ത് ആണ്, സോറി, പെർ മന്ത്. അപ്പൊ ഓരോ സോഷ്യൽ മീഡിയ യൂസറും 30 മണിക്കൂറോളം യൂട്യൂബിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഓരോ സോഷ്യൽ മീഡിയ യൂസറും ഏതാണ്ട് 20 മണിക്കൂറോളം വാട്സാപ്പിൽ ചെലവഴിക്കും. ഓരോ സോഷ്യൽ മീഡിയ യൂസറും ഏതാണ്ട് 20 മണിക്കൂറോളം ഫേസ്ബുക്കിൽ, 13 മണിക്കൂറോളം ഇൻസ്റ്റഗ്രാമിൽ, 2 മണിക്കൂറിൽ കൂടുതൽ ടെലിഗ്രാമിൽ. ഒരു മാസത്തിൽ മൊത്ത കണക്കാണ്, ഒരു ആവറേജ്, ഒരു മാസമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ താഴെ എന്തിനാ ഈ ഡാറ്റ കാണിക്കുന്നത്? ഭയങ്കര ബോറിംഗ് ഡാറ്റയാണ്. പക്ഷെ അതിന്റെ താഴെ ഒരു ചെറിയ റീഡിംഗ് ഉണ്ട്. ഒരു +12%, -7%, +33, -9, ഇങ്ങനെ ഒരു നമ്പർ കൊടുത്തിട്ടില്ലേ? അത് ആർക്കെങ്കിലും മനസ്സിലായോ എന്തിനാണ് ആ നമ്പർ കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ ഇഷ്ടമുള്ളത് പറയാം. ഇതാണ് എനിക്ക് തോന്നുന്നത്. യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് ടെൽ മീ, യു ക്യാൻ ചാറ്റ്. യൂസേഴ്സിന്റെ പെർസെന്റേജ് ഇൻക്രീസ് അല്ലേ? പെർസെന്റേജ് ഇൻക്രീസ് അല്ലേ? വെരി ഗുഡ്. ഏത് സമയവുമായി കമ്പയർ ചെയ്യുമ്പോഴുള്ള പെർസെന്റേജ് ഇൻക്രീസ് ആണ്? ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫെബ് 2022 ഡാറ്റ. ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് വിച്ച് മന്ത്? ജനുവരി. പ്രോബബ്ലി ജനുവരി അല്ലേ? സാധാരണഗതി ഇവിടെ ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് 2021 ഫെബ്രുവരിയും 2022 ഫെബ്രുവരിയും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പൊ 2021 ഫെബ്രുവരിയും 22 ഫെബ്രുവരിയും ആ മാസങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ 2021 ഫെബ്രുവരിയെക്കാട്ടിലും 12% ആളുകൾ യൂട്യൂബ് കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. സമയം 12%-ഓളം സമയം ആളുകൾ കൂടുതലായി യൂട്യൂബ് ഉപയോഗിക്കുന്നു. അത് ഫേസ്ബുക്കിൽ 14% കൂടിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിന്റെ ഗ്രോത്ത് നോക്കൂ, 33%. അതേസമയം വാട്സാപ്പും ടെലിഗ്രാമും
-7%, -9%. എന്തായിരിക്കും കാരണം? ഈ വാട്സാപ്പിന്റെ ടെലിഗ്രാമിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഒരു 1-to-1 കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ? അപ്പൊ ഈ 1-to-1 കമ്മ്യൂണിക്കേഷന്റെ സെനേറിയോയിൽ 2021 ഫെബ്രുവരിയും 2022 ഫെബ്രുവരിയും തമ്മിൽ എന്ത് വ്യത്യാസം വന്നത്? 2021 ഫെബ്രുവരിയിൽ നമ്മൾ വീട്ടിനകത്തിരിക്കുകയായിരുന്നു. സോ 1-to-1 കമ്മ്യൂണിക്കേഷൻ വാസ് മോർ. ഫെബ്രുവരി 2022 ആയപ്പോഴത്തേക്കും 1-to-1 കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു. കാര്യം വി സ്റ്റാർട്ടഡ് ഗോയിങ് ഔട്ട്. കൊറോണ ഒന്ന് ഫേസ് ഔട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ എത്തി. സോ ഈ 1-to-1 കമ്മ്യൂണിക്കേഷൻ ആപ്സിൽ ആളുകൾ ചെലവഴിക്കുന്ന സമയം ഏതാണ്ട് 7 മുതൽ 9% വരെ കുറഞ്ഞു. അതേസമയം യൂട്യൂബും ഫേസ്ബുക്കും വളരെ സ്ട്രോങ് ആയി കൺസിസ്റ്റന്റ് ആയി അവരുടെ നമ്പർ ഓഫ് അവേഴ്സ്, ആളുകളെ പിടിച്ചിരുത്തുന്നതിനുള്ള അവരുടെ പുതിയ മെത്തഡോളജി വർക്ക്ഔട്ട് ആയി. അതായത് കൂടുതൽ ക്വാളിറ്റി കോണ്ടന്റ് യൂട്യൂബിൽ, ഫേസ്ബുക്ക് പുതിയ ടെക്നിക്സിലൂടെ ആളുകളെ കൂടുതൽ ആകർഷിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തു. നമ്മൾ ഇതിനകത്ത് കാണാത്ത ഒരു യൂണിക്കോൺ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. 33% ഇൻസ്റ്റാഗ്രാമിൽ ആളുകൾ ചെലവഴിക്കുന്നതിന്റെ സമയം കൂടുതൽ. ഇത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച്, ഒരു ടീച്ചറിനെ സംബന്ധിച്ച്, എന്തെങ്കിലും സാധനം വിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച്, ഒരു ജോലി തേടുന്ന ആളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ്. പീപ്പിൾ ആർ സ്പെൻഡിങ് മോർ ടൈം ഇൻ ദിസ് പ്ലേസ്, which is much higher than the growth of other two platforms. And 1-to-1 communication is getting reduced. One-to-many communication is increasing. Whereas in Instagram, നമുക്കറിയാം ടീനേജേഴ്സ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ആളുകൾ, 13 വയസ്സ് മുതൽ ഏതാണ് 30 വയസ്സ് വരെ. അപ്പൊ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ കൂടുതലായി സമയം ചെലവഴിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. That's a very important inference. ഒരു കാര്യം കൂടെ നോക്കൂ. ഈ ഫിഗേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് അല്പം ബോറിംഗ് ആയിട്ട് തോന്നും. പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. നമ്മൾ ഫേസ്ബുക്കിൽ കുറച്ചു മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ ന്യൂസ് കാണുന്നത് എവിടെ നിന്നാണ് ചോദിച്ചപ്പോൾ ഗൂഗിൾ എന്ന് പറഞ്ഞു, ന്യൂസ് ആപ്സ് എന്ന് പറഞ്ഞു, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു. നമ്മള് സോഷ്യൽ മീഡിയ, നിങ്ങളുടെ മൊബൈലിൽ തന്നെ നോക്കിയാൽ മതി. സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു പരസ്യം കണ്ടാൽ ആ പരസ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ടേക്ക് us to a different place അല്ലെ? നമ്മളിപ്പോ ഒരു വാർത്തയിൽ ക്ലിക്ക് ചെയ്താൽ അത് നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകും? ആ വാർത്തയുടെ ചാനലിലേക്ക് അല്ലെ? ഫേസ്ബുക്കിൽ നമ്മൾ ലിങ്ക് കാണുന്നു, ആ വാർത്തയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് വീഡിയോ അല്ലെങ്കിൽ അതിന് നമ്മളെ യൂട്യൂബിലേക്ക് കൊണ്ടുപോകും. നമ്മള് ഒരു എന്താ പറയാ, നമ്മളൊരു പത്രത്തിന്റെ ഒരു വാർത്തയുടെ ലിങ്ക് ആണ് കാണുന്നത്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പത്രത്തിന്റെ പോർട്ടലിലേക്ക് പോകും, അല്ലെങ്കിൽ ആ മാഗസിന്റെ പോർട്ടലിലേക്ക് പോകും. പിന്നെ നമ്മളൊരു പരസ്യമാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ ആമസോണിന്റെ പരസ്യമാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന് മാറി നമ്മൾ എവിടെ പോകും? ആമസോണിന്റെ പോർട്ടലിലേക്ക് പോകും അല്ലെ? അപ്പൊ ഈ ഡാറ്റ എന്താന്ന് വെച്ചാല് ഈ റീസെന്റ് ഡാറ്റയാണ്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് തേർഡ് പാർട്ടി വെബ്സൈറ്റിലേക്ക് പോകുന്ന ഇൻഫർമേഷൻ 100 കസ്റ്റമേഴ്സിനെ എടുത്താൽ അതിൽ 69 കസ്റ്റമേഴ്സും എവിടുന്ന് പോകുന്നതാണ്? ഫേസ്ബുക്കിൽ നിന്ന് പോകുന്നതാണ്. അപ്പൊ ഫേസ്ബുക്കിൽ പരസ്യം ചെയ്താൽ, ഫേസ്ബുക്കിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്താൽ, ഫേസ്ബുക്കിൽ നമ്മൾ പ്രസന്റ് ആണെങ്കിൽ നമ്മൾക്ക് കൂടുതൽ ബിസിനസ് ലാഭം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ? മൊത്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ ഇന്ത്യൻ സിറ്റുവേഷനിൽ ഇപ്പോഴും ആരാണ് കിങ്? ആരാണ് പുലി? ഇന്ത്യൻ സോഷ്യൽ മീഡിയ സിറ്റുവേഷൻസിലെ പുലി ആരാ? ചാറ്റ് ചെയ്യുകയോ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുകയോ ചെയ്യാം. FB തന്നെയാണ് ഇപ്പോഴും പുലി. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ FBയില് പുലിയാണെങ്കിലും ഒരു ഡിക്ലൈനിങ് ട്രെൻഡ് ഉണ്ട്. അത് FBയുടെ തന്നെ കുഴപ്പമല്ല, FBയുടെ അല്ല, നമ്മളെ പോലെയുള്ള മാന്യന്മാരായ ആളുകളുടെ കുഴപ്പമാണ്. നമ്മളൊക്കെ പലപ്പോഴും ഈ ന്യൂസ് ക്ലിക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ പ്രോംപ്റ്റ് ചെയ്യുന്ന പല രസകരമായ വാർത്തകളും ഉണ്ടല്ലോ. ഉദാഹരണത്തിന് നടനും നടിയും ഹോട്ടലിൽ കാണിച്ചു കൂട്ടിയത് കണ്ടോ എന്നായിരിക്കും ഹെഡിങ്. നമ്മൾ ഉടനെ പോയി ക്ലിക്ക് ചെയ്യും.
അപ്പോ നടനും നടിയും ഹോട്ടലിൽ കാണിച്ചു കൂട്ടിയത് അവർ രണ്ടുപേരും പോയി ബിരിയാണി കഴിച്ചു എന്നായിരിക്കും വാർത്തയിൽ. പക്ഷെ ഇത് കാണുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യും. നമ്മളെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക, അവരുടെ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക് കൂട്ടുക, അങ്ങനെ അതിന് പരസ്യ വരുമാനം കൂട്ടുക. അപ്പൊ ഇങ്ങനെയുള്ള ഹെഡിങ്സ് ഇപ്പൊ നമ്മൾ കണ്ടാൽ ക്ലിക്ക് ചെയ്യാറില്ല. അതൊരു കാരണമായിരിക്കും നമ്മുടെ പെർസെൻറ്റേജ് കുറയുന്നതിന് ഫേസ്ബുക്കിൽ. ഇനി ഇതിനകത്ത് ചില സംഗതികൾ പ്രധാനമാണ്. ഉദാഹരണത്തിന് ട്വിറ്റർ 22% ആളുകൾ ട്വിറ്ററിൽ വരുന്ന ലിങ്കുകളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻസ്റ്റഗ്രാമില് 8% ആളുകളാണ് ടോട്ടൽ സോഷ്യൽ മീഡിയ എടുത്താൽ 8% ആളുകളാണ് ഇൻസ്റ്റഗ്രാമിലുള്ള ലിങ്കുകളെ ക്ലിക്ക് ചെയ്ത് മാർക്കറ്റിംഗ് സൈറ്റുകളിലോട്ടോ മറ്റു വെബ്സൈറ്റുകളിലോട്ടോ പോകും. പക്ഷേ ഇൻസ്റ്റാഗ്രാമിന്റെ ഇൻക്രീസ് എന്ന് പറയുന്നത് 91%. അതായത് ട്വിറ്ററിൽ വരുന്ന ലിങ്കുകളെ ക്ലിക്ക് ചെയ്യുന്ന ആളുകളെക്കാൾ ഫേസ്ബുക്കിൽ വരുന്ന ലിങ്കുകളെ ക്ലിക്ക് ചെയ്ത് വേറെ വെബ്സൈറ്റിലേക്ക് പോകുന്ന ആളുകളെക്കാൾ കൂടുതൽ ശതമാനം ആളുകൾ ഇൻസ്റ്റാഗ്രാമിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിന്റെ ഗ്രോത്ത് റേറ്റ് നോക്കൂ. 90.7% ആൾക്കാരാണ് കൂടുതലായി ഇൻസ്റ്റാഗ്രാമിനെ 2021 ഫെബ്രുവരി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നു. യൂട്യൂബ് മോശമല്ല, 31.5%. ലിങ്ക്ഡിൻ, മൊത്തം സോഷ്യൽ മീഡിയ എടുത്താൽ ലിങ്ക്ഡിന്റെ ഷെയർ വളരെ കുറവാണ്, 1% പോലും ഇല്ല, 0.56% ഉള്ളൂ. എന്നിട്ട് ഞാൻ എന്തുകൊണ്ട് ലിങ്ക്ഡിൻ എടുത്തു? ഇതുവരെ ശ്രദ്ധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. നമ്മൾക്ക് ഇതുവരെ മനസ്സിലാകാത്ത, നമ്മളുടെ പെർവ്യൂവിൽ വരാത്ത ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. അതൊരു നമ്മളിൽ എന്ന് വെച്ചാൽ എല്ലാവരും അല്ല, മെജോറിറ്റി ആൾക്കാരുടെ അതൊരു എലൈറ്റ് ക്ലബ്ബ് പോലെയാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രൊഫഷണൽ നെറ്റ്വർക്ക്. ഇന്ത്യയില് ലിങ്ക്ഡിന്റെ പ്രചാരവും കുറവാണ്, ലിങ്ക്ഡിനിലുള്ള ആൾക്കാരുടെ റെസ്പോൺസും കുറവാണ്. പക്ഷേ ഇവിടെയുള്ള ആളുകളോട് എനിക്കൊരു റിക്വസ്റ്റ്, നിങ്ങൾ ഈ സെമിനാർ കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പ്രസന്റ് അല്ലെങ്കിൽ ദയവായി ലിങ്ക്ഡിനിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും I don't know whether I can find time to explain. നമ്മുടെ പ്രോഗ്രാമിനകത്ത് ലിങ്ക്ഡിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അതെങ്ങനെ യൂസ് ചെയ്യാം, അതിന്റെ പ്രൊഫൈൽ ക്രിയേഷൻ ഒക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ ഞാൻ ഒന്ന് ഷോർട്ട് ആയിട്ട് പറയാം. linkedin.com എന്നാണ് വെബ്സൈറ്റ്. ഞാൻ എൻ്റെ പ്രൊഫൈൽ ലിങ്കും ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ ലിങ്ക്ഡിനിൽ പോയിട്ട് if you happen to create a profile in LinkedIn, please create a profile in LinkedIn and connect with me. നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിൽ അതിനെ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുക എന്നാണ് പറയുക, ലിങ്ക്ഡിനിൽ അതിനെ കണക്ട് റിക്വസ്റ്റ് എന്നാണ് പറയുക. സോ ഐ എം ഓൾസോ ഷെയറിംഗ് മൈ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ലിങ്ക് ഹിയർ. linkedin.com ആണ് വെബ്സൈറ്റ്. അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. നമുക്ക് അതിനകത്ത് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അപ്പൊ ഇത് ഞാൻ കാണിച്ചതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പരസ്യം, മാർക്കറ്റിംഗ്, കസ്റ്റമേഴ്സ്, മണി, ബിസിനസ്, you should understand the trend which is happening in Instagram. You should understand the trend which is happening in LinkedIn. You should understand the trend in YouTube. ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഓഡിയൻസിന് ഒരു വ്യത്യാസമുണ്ട്. 30 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള ആളുകൾ കൂടുതൽ പ്രസന്റ് ആയിരിക്കുന്നത് ഫേസ്ബുക്കിലാണ്. 13 മുതൽ ടീനേജേഴ്സ് മുതൽ ഏതാണ്ട് 25, 28, 30 വരെയുള്ള ആളുകൾ കൂടുതൽ പ്രസന്റ് ആയിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പൊ ഞാൻ എന്റെ പ്രോഡക്റ്റ് ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അവരെ മാർക്കറ്റ് ചെയ്യാൻ അവരുള്ള സ്ഥലത്താണല്ലോ വേണ്ടത്, അല്ലേ? അപ്പൊ അവരുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാർ കൂടുതലുള്ള സ്ഥലം ഏതാ? ഇൻസ്റ്റാഗ്രാം. അതിന്റെ ഗ്രോത്ത് റേഷ്യോ നോക്കൂ. അതുപോലെ ടിക്ടോക്ക് ഒരു വളരെ ഭയങ്കരമായ ബൂമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യയിലില്ല. ഇപ്പൊ ഇന്ത്യയിലെ ടിക്ടോക്കിന്റെ ഷെയറും കൂടെ ഏറെക്കുറെ ഇൻസ്റ്റാഗ്രാം കീഴടക്കുന്ന ലക്ഷണമാണ്. അപ്പൊ ഇത്തരം പ്ലാറ്റ്ഫോമുകളിലുള്ള പ്രസൻസ് നിങ്ങൾ ഒരു കാരണവശാലും അവഗണിക്കരുത്. ഓക്കെ, ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയക്ക് നല്ലതുണ്ട്, ചീത്തയുണ്ട്. അപ്പൊ എല്ലാത്തിലും ഉണ്ട്. നമ്മള് വയറ് നിറച്ച് ചോറ് കഴിച്ചാലും അത് നല്ലതുമാണ്, അതേസമയം ചീത്തയുമാണ്. വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാലും ഒരു അളവിലധികം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം. അപ്പൊ അതുപോലെയാണ് സോഷ്യൽ മീഡിയയും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങാൻ പറഞ്ഞു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അക്കൗണ്ട് ദുരുപയോഗം ചെയ്യണമെന്നില്ല. ബട്ട് ട്രൈ ടു ബി പ്രസന്റ് ഇൻ ദീസ് പ്ലേസസ്. Okay, Manoj, that's really good, Manoj. You can send me a connect request in LinkedIn. All right. So I was actually explaining you the statistics of what is happening in the world and what is happening
in India in terms of real numbers, which I could research from various sources. So far, okay? Nitish, എനിക്ക് എത്ര സമയം എടുക്കാം സംസാരിക്കാൻ വേണ്ടിയിട്ട്? Nitish ഉണ്ടോ? Nipin Riji here, so we can take another 10 more minutes. Another 10 minutes. Another 10 minutes. All right. അപ്പൊ ഞാനൊരു അല്പം സ്പീഡില് ലേറ്റസ്റ്റ് ട്രെൻഡ് ഒന്ന് പറയുകയാണ്. പക്ഷെ ഇതെല്ലാം പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഒരു അവസരമുണ്ട്. ഒരല്പം സ്പീഡിലാണ്. ഈ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഏരിയ നമ്മൾ പഠിച്ചാൽ അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏതാണ്ട് തീരാറായോ? കഴിഞ്ഞ 3-4 വർഷമായിട്ട് ആളുകൾ സംസാരിക്കുന്നുണ്ടല്ലോ. ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കോപ്പുള്ള ഏരിയ ആണ്. എന്തൊക്കെയാണ് അതിനകത്ത് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്? നാളെ 5 വർഷം 10 വർഷം കഴിഞ്ഞ് ഇതിനകത്ത് എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ടാകാം? അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു വളരെ ക്വിക്കായിട്ടുള്ള ഒരു സ്നാപ്ഷോട്ട്. ഒന്നാമത്തെ ട്രെൻഡ് ഷോർട്ട് വീഡിയോസ്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കാണുന്ന റീൽസ്, ഫേസ്ബുക്കിൽ നമ്മൾ കാണുന്ന ഷോർട്സ്. അപ്പം ഇതുപോലെയുള്ള ഷോർട്ട് വീഡിയോ കോണ്ടന്റ് അതിഭയങ്കരമായി ബൂമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ, നിങ്ങളൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ, നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ, നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഇൻഫ്ലുവൻസറായി മാറണം, ആളുകളെ നിങ്ങളുടെ സർവീസിലേക്ക് ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ ക്യാമറ ഷൈനസ് മാറ്റിവെക്കും. ട്രൈ ടു റിസർച്ച് മോർ അബൌട്ട് ദ റീച്ച് ഓഫ് ഷോർട്ട് വീഡിയോ. കോണ്ടന്റ് ഫോമിൽ ഷോർട്ട് വീഡിയോ വളരെ വളരെ പ്രധാനമായി വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇപ്പോൾ. രണ്ടാമത്തെ പോയിന്റ്, ഒരു സോഷ്യൽ മീഡിയ യൂസർ ആവറേജ് 7ഓളം സോഷ്യൽ മീഡിയ ചാനലുകളിൽ പ്രസന്റ് ആണ്. ആവറേജ് 7ഓളം സോഷ്യൽ മീഡിയ ചാനലുകളിൽ പ്രസന്റ് ആണ്. അപ്പോ ഞാനൊരു ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്ന ആളിന് വേണ്ടി ഞാനൊരു സോഷ്യൽ മീഡിയ മാനേജറായിട്ടോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജറായിട്ടോ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു 3-4 പ്ലാറ്റ്ഫോമിലെങ്കിലും എന്റെ ബിസിനസ്സിനെ പ്രസന്റ് ആക്കുന്നതിൽ അറിഞ്ഞിരിക്കണം. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ക്വിക്കായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വിൽ ടേക്ക് സം ഫ്യൂ മിനിറ്റ്സ് 2-3 minutes. 3, മലയാളം, തമിഴ് പോലെയുള്ള ഇന്ത്യൻ ഭാഷകളിലുള്ള ബ്ലോഗുകളും വീഡിയോകളും വളരെ 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 പ്രാധാന്യത്തോടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ മാത്രമേ ചെയ്യാവൂ. SEO എന്ന് വെച്ചാൽ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും. നമ്മൾ ഗൂഗിളിൽ അടിക്കുമ്പോൾ നമ്മുടെ വെബ്സൈറ്റോ നമ്മുടെ പേരോ നമ്മുടെ ബിസിനസ്സോ കാണണമല്ലോ. അങ്ങനെയുള്ള ഗൂഗിൾ ഒരു സെർച്ച് എൻജിനാണ്, യൂട്യൂബ് ഒരു സെർച്ച് എൻജിനാണ്. ആ സെർച്ച് എൻജിനിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ബിസിനസ് വരുത്തുന്നതിന് മുൻപ് ഇംഗ്ലീഷിലുള്ള കീവേഡുകളാണ് നമ്മൾ അധികം യൂസ് ചെയ്തത്. ഇപ്പോൾ വെർനാക്കുലർ ലാംഗ്വേജ് വളരെ വളരെ പ്രധാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോ മലയാളം നന്നായിട്ട് അറിയാവുന്നവർക്ക്, തമിഴ് നന്നായിട്ട് അറിയാവുന്നവർക്ക്, people who speak Kannada well, people who write Kannada well, they have a very good future, very bright future here. Now, the new trend is, roughly a year back, it was easy for a digital marketing personnel to get entry to any business. Today, people are looking for specialists. That means, if you have digital marketing experience in teaching industry, then you will be hired easily. If you have digital marketing experience in, say, e-commerce, you will be hired instantly. So don't try to learn everything. Try to be a specialist, because digital marketing is a vast, very, very big area. I hope this is making sense. അടുത്ത സോഷ്യൽ ഇ-കൊമേഴ്സ്. അതായത് ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ പോയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്യാം, പെട്ടെന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇ-കൊമേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രോണിക് കൊമേഴ്സ് അല്ലെ? നമ്മൾ കടയിൽ പോകാതെ വീട്ടിലിരുന്ന സാധനം മേടിക്കുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര. ഇത് കൂടാതെ ലക്ഷക്കണക്കിന് അലിബാബ, ലക്ഷക്കണക്കിന് ഇ-കൊമേഴ്സ് സൈറ്റുകൾ വേറെയുണ്ട്. പക്ഷെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് സോഷ്യൽ ഇ-കൊമേഴ്സ് ആണ്. People have started relying on people who are actually talking about e-commerce on Instagram.
People who are talking about their products in Facebook. ഫേസ്ബുക്കിൽ ലൈവായിട്ട് വന്നിട്ട് അവരുടെ പ്രൊഡക്റ്റുകൾ സംസാരിക്കുന്ന ആളുകളെയാണ്. Because people love people. People would love to interact with people. പാൻഡമിക് ആയി ആളുകൾ വീട്ടിലിരിക്കാൻ തുടങ്ങിയതോടുകൂടി they really want to see people live who are presenting something. They should feel trust. അപ്പോ സോഷ്യൽ ഇ-കൊമേഴ്സ്, മൈക്രോ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന രണ്ട് ഏരിയ പുതുതായി വന്നിട്ടുണ്ട്. ഈ പേരുകളെങ്കിലും ഒന്ന് കുറിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ലിങ്ക്ഡിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പ്രധാനമായും നമ്മൾ ഇതിന് ശേഷം ഒന്നും ചെയ്തില്ലെങ്കിലും പ്ലീസ് മേക്ക് ഷുവർ യു ക്രിയേറ്റ് എ പ്രൊഫൈൽ ഇൻ ലിങ്ക്ഡിൻ. ലിങ്ക്ഡിൻ ഇസ് ഹാവിങ് ഹ്യൂജ് പൊട്ടൻഷ്യൽ. അതുപോലെ ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് സാർ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവസാനം എങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. ഫേസ്ബുക്ക് വേണേൽ കൂട്ടിപ്പോവാം, ഇൻസ്റ്റാഗ്രാം കൂട്ടിപ്പോവാം. മുമ്പ് ഉണ്ടായിരുന്ന പല സംഭവങ്ങളും ഇന്നില്ല. ഇപ്പൊ ഗൂഗിൾ ഹാങ് ഔട്ട് അല്ലെങ്കിൽ ഓർക്കുട്ട് എന്ന് പറയുന്ന സംഭവങ്ങൾ ഇന്നില്ല. അപ്പൊ എനിക്ക് ഇൻസ്റ്റാഗ്രാമില് 10 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്, യൂട്യൂബില് എനിക്ക് 25 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഒറ്റ നിമിഷം കൊണ്ട് അത് ഇല്ലാതാവാം. പക്ഷേ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രാറ്റജീസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഒരു അസറ്റ് എന്ന് പറയുന്നത് ഇമെയിലാണ്. ഇമെയിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാലും ഇമെയിൽ ഇസ് സംതിങ് വിച്ച് വിൽ വർക്ക് ആൻഡ് വിച്ച് ഇസ് വെരി കോസ്റ്റ് എഫക്റ്റീവ്, വിച്ച് ഇസ് ചീപ്പ്. ഇന്ന് ഇമെയിലുകളിൽ നമുക്ക് വീഡിയോ സന്ദേശങ്ങൾ അയക്കാം. ഇമെയിലുകൾ വഴി നമുക്ക് കോൾ ടു ആക്ഷൻ ബട്ടൺ വെച്ച് ക്ലിക്ക് ചെയ്ത് ഷോപ്പിംഗ് നടത്തിക്കാം. ഇമെയിലിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതിനകത്ത് ഈ സ്ലൈഡ് ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള കോണ്ടന്റിന്റെ ഏതാണ്ട് 20% കോണ്ടന്റ് ഞാൻ എഴുതിയതല്ല, ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഐ ജസ്റ്റ് റീഫ്രേസ്ഡ് ഇറ്റ്. ഇപ്പൊ ആദ്യം നിങ്ങൾ കണ്ട വാട്ട് ഇസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ, ദോസ് ഞാൻ എന്തൊരു ഹെഡിങ് ആണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് കോണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്ന ഇന്റലിജൻസിന് ആർട്ടിഫിഷ്യലായി അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു പെറ്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷനെ കുറിച്ച് ഞാനൊരു ലേഖനം എഴുതാൻ പോവുകയാണെങ്കിൽ ലോകത്തുള്ള കോടിക്കണക്കിന് ലേഖനങ്ങൾ വായിച്ച് അതിന്റെ ആകെത്തുകയായ സംഭവം ഒരു കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ കൊടുക്കുന്ന കീവേഡ്സിന് അനുസൃതമായി എനിക്ക് ലേഖനം ഏറെക്കുറെ ഒരു 1000 വാക്കുകളുള്ള ലേഖനം ഒരു 2, 3, 4, 5 മിനിറ്റ് കൊണ്ട് എഴുതി തരുന്ന ആർട്ടിഫിഷ്യൽ സോഫ്റ്റ്വെയർ ഇന്റലിജൻസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഇന്ന് അവൈലബിൾ ആണ്. എന്തിനു പറയുന്നു, ഒരു തിരക്കഥാകൃത്തിന്റെ 4 or 5 തിരക്കഥകൾ ഫീഡ് ചെയ്ത് കൊടുത്താൽ 5ാമത്തെ തിരക്കഥ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ഏറെക്കുറെ പൂർണ്ണമായിട്ട് എഴുതാവുന്ന സംഭവങ്ങൾ പോലും ഇപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. അതുപോലെ ചാറ്റ് ബോട്ട്സ്, അവിടെ അപ്പുറത്തെ വശത്ത് ആളുണ്ടാവില്ല, ബട്ട് ദേ ഗിവ് us റിപ്ലൈസ്. അത് അത്ര ഇങ്ങോട്ടും ഇതായിട്ട് വന്നിട്ടില്ല, ബട്ട് ഇറ്റ് ഇസ് സ്റ്റിൽ ഇറ്റ് ഇസ് ഇൻ ദ നേസൻ സ്റ്റേജ്, ബട്ട് ഇറ്റ് ഇസ് ഗ്രോയിങ്. പിന്നെ മെറ്റാവേഴ്സ്, ഞാൻ ചെറുപ്പകാലത്ത് കഥയിൽ വായിച്ചിട്ടുണ്ട്, എനിക്ക് അതിന്റെ പേര് മറന്നുപോയി. ഈ സ്വർഗത്തിനും ഭൂമിക്കും ഇടയിൽ നടുവിലൊരു സ്വർഗം ഉണ്ടെന്ന് ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട് കഥയിൽ, അതിന്റെയൊക്കെ ഇപ്പൊ ഓർമ്മയില്ല. അതുപോലെയാണ് ഈ മെറ്റാവേഴ്സ്. മെറ്റാവേഴ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ സങ്കല്പങ്ങളുടെ അറ്റം വരെ പോകുന്ന സംഭവം. ഉദാഹരണത്തിന് ഞാനിപ്പോ എന്റെ വീട്ടിൽ ഇരിക്കുകയാണ്, ഞാൻ മറ്റേ ഒരു ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊപ്പം ഐ വിൽ ബി ഇൻ എ വെർച്വൽ വേൾഡ് വെയർ ഐ വിൽ ബി ഡൂയിങ് ഷോപ്പിംഗ്, ഐ വിൽ ബി വാക്കിംഗ് ത്രൂ ദ വെർച്വൽ സ്ട്രീറ്റ്സ്, ഐ വിൽ ബി സീയിങ് മൂവീസ് അലോങ് വിത്ത് മൈ ഫ്രണ്ട്. ഇപ്പൊ ഞാൻ കോൺഷ്യസ് ആണ്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും ഒരുമിച്ച് നെറ്റ്ഫ്ലിക്സ് ഓൺ ചെയ്ത് സിനിമ കാണുന്നതിനകത്ത് ഇന്ററാക്ഷൻ ഇല്ല. പിന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ ഫോൺ എടുത്ത് വിളിക്കണം, അല്ലെ? അതേസമയം മെറ്റാവേഴ്സിലാണെങ്കിൽ നമ്മൾ മറ്റൊരു ലോകത്താണ്. നിങ്ങൾ സിനിമയിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഒരുമിച്ച് പോയി സിനിമ കാണുന്നു, നമ്മൾ പരസ്പരം തമാശ പറയുന്നു, തോളി കൈയിടുന്നു. ഈ മെറ്റാവേഴ്സിൽ എന്താ ഡിജിറ്റൽ സാധ്യത, പരസ്യത്തിന്റെ സാധ്യത? മെറ്റാവേഴ്സിൽ നമ്മൾ ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള തെരുവുകളിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന പരസ്യങ്ങൾ, ചില പ്രത്യേകതരം വാച്ചുകൾ നമ്മളുടെ വെർച്വൽ രൂപത്തിൽ നമ്മൾ ധരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കുറച്ച് കാശ് കൊടുക്കേണ്ടി വരും. അവിടെ ഒരു ബിസിനസ് സാധ്യത. അങ്ങനെ അനന്തമായ സാധ്യതകളുമായി മെറ്റാവേഴ്സ് വരുന്നുണ്ട്. ഇനിയും 2-3 ചെറിയ കാര്യങ്ങൾ കൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കാം.
ലൈവ് സ്ട്രീം കൊമേഴ്സ്. നേരിട്ട് കടയിൽ പോകാതെ ലൈവായിട്ട് നമ്മൾ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ ക്രിക്കറ്റ് കളിയൊക്കെ ലൈവായിട്ട് കാണാറുണ്ട്. അതുപോലെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവല് ഞാൻ കുടപ്പനക്കുന്നിലുള്ള എന്റെ വീട്ടിലിരുന്ന് കണ്ടിട്ട് സാധനം മേടിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിച്ചു. യൂസർ ജനറേറ്റഡ് കോണ്ടന്റ്, ഇതൊക്കെ നേരത്തെ ഉള്ളൊരു ഫോമിന്റെ പുതിയ രൂപമാണ്. യൂസർ തന്നെ വന്നിട്ട് റിവ്യൂ കൊടുക്കുക, ഈ പ്രോഡക്റ്റിന് ഇന്ന ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയുക. ഇപ്പം ഞാൻ ചെറുതായിരുന്ന സമയത്ത് ബാലരമയൊക്കെ പെയിന്റിംഗ് കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ബാലരമയിൽ ഇന്ന കുട്ടികൾ വരച്ച പെയിന്റിങ്ങിന്റെ ചിത്രങ്ങളൊക്കെ വരും. അതിന്റെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ഫോമാണ് UGC അഥവാ യൂസർ ജനറേറ്റഡ് കോണ്ടന്റ്. ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് യൂസർ തന്നെ ഇൻവോൾവ് ആയി ഫീഡ്ബാക്ക് കൊടുക്കുകയും ആ ഫീഡ്ബാക്ക് പല ഗെയിമിംഗ് ഫോമിലാക്കി നമ്മളെ വീണ്ടും കാണിക്കുകയും ചെയ്യുക. കമ്പനിക്കാര് കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം യൂസറിനെ കൊണ്ട്, ആ സാധനം യൂസ് ചെയ്ത ആളിനെ കൊണ്ട് തന്നെ കോണ്ടന്റ് തയ്യാറാക്കുക. പിന്നെ ജിയോ ഫെൻസിങ് എന്ന് പറഞ്ഞൊരു ഏരിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്നുണ്ട്. നമ്മൾ കുറച്ച് നാൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇന്റിമേഷൻ കിട്ടും. ഇന്ന ആള് എറണാകുളത്ത് വന്നിട്ടുണ്ട്, ഇന്ന ആള് തൃശ്ശൂർ എത്തിയിട്ടുണ്ട്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നീട് അത് നമുക്ക് സെക്യൂരിറ്റി കാര്യങ്ങളെ കൊണ്ടിട്ട് ആ ഓപ്ഷൻ പിന്നീട് ഇപ്പൊ ഇല്ല എന്നാ തോന്നുന്നത്. അതുപോലെ ജിയോ ഫെൻസിങ് എന്ന് പറഞ്ഞൊരു ഏരിയ ഡെവലപ്പ് ആയി വരുന്നുണ്ട്. നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയ എത്തിക്കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള നമ്മൾ വാങ്ങാൻ സാധ്യതയുള്ള പ്രോഡക്ട്സിനെ കുറിച്ച് നമുക്ക് ഇന്റിമേഷൻ വരും. ഒരു ആപ്പ് വഴിയോ അല്ലെങ്കിൽ ഒരു പുഷ് നോട്ടിഫിക്കേഷൻ ആയിട്ടോ ഒരു SMS ആയിട്ടോ അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് ആയിട്ടോ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്റിമേഷൻ വരുന്നതിനെയാണ് ജിയോ ഫെൻസിങ് എന്ന് പറയുക. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത മേഖലകളിൽ തൊഴിൽ സാധ്യതയുള്ള ഒന്നാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. Alright, so if you have any quick questions, we have 2 minutes, you can ask. Reggie, we are on time. Yeah, yes, fine. Alright, I'm here, you can ask questions. Feel free, എനിക്ക് എല്ലാം അറിയാമെന്നല്ല, but you can ask your concerns. ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ICT അക്കാഡമിയിലുള്ള സീനിയേഴ്സിന് ആൻസർ ചെയ്യാൻ പറ്റുമായിരിക്കും, ചില കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് അറിയാമായിരിക്കും. You can just open out. I'm stopping the sharing. Nipin, we do one thing, like, so let them post the questions in the chat. In the meantime, and we will be giving some brief about the project as well as the course details. We will complete that segment and then go to the Q&A, so that you can also answer some of the questions through the chat itself. Great. Yeah, I'll do that. Manoj ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഉത്തരവാണ് ഇപ്പോൾ റിജി പറയാൻ. Manoj has asked like how can I start a career in digital marketing? You will actually be Yeah, okay. We will have a brief about the course. So Nitish, can we take it forward? So let me share the screen and then give a brief about the kind of opportunities, the course opportunities from ICT Academy through the Kerala Knowledge Economy Mission. Let me move to the full screen mode. I'm not going to give any detailed presentation, only 2-3 slides to give you some idea about what how you can start the learning through the government scheme. Nipin actually beautifully explained both the aspect, like the trends and opportunities. So what is the current trend in digital marketing, which are social media that you have to be following these days, and which will help you in what kind of business. Everything we got a detailed view about the trends, and then the opportunity. As a graduate, what is the opportunity ahead of you? If you are a working professional, what is opportunity for you? So those details are well explained by Nipin. So my role here is to give you some idea about the learning. So think that you are interested to take or upskill yourself in digital marketing, what you have to do. As a graduate student, or as a postgraduate student, or as a graduate looking for job opportunities, or somebody you are working in one industry, wanted to switch to digital marketing industry. In all case, when you look for courses, you see a lot of courses. Right now, when you talk about knowledge is everywhere. You can even Google it, and you can complete the complete learning of a particular technology by following some YouTube videos.
And likewise, the content is everywhere. So you can, if you have the right aptitude to learn something, definitely you can able to learn things. So from a different perspective. So think that you wanted to learn something from the scratch and wanted to upskill yourself in one area. It can be digital marketing, it can be machine learning, it can be any other technology. So something that you have to keep in mind, that you see a pyramid over here. So it is a knowledge, skills and ability pyramid. So let me start with the bottom of the pyramid. Like when you learn anything, and first of all, you should gain knowledge. So you get knowledge from different sources. I mentioned you about getting knowledge from YouTube videos. So one challenge with following YouTube videos or learning from YouTube kind of videos, and it may not be updated. Sometimes you will be following or watching a video which is outdated, which was posted 2 to 3 years back. And right now, when you look at the tool get updated. Sometimes the tool is no more. You can't even find the tool. And that actually is a potential danger when you follow materials or learn something from public domain. So in that case, what you should do is when you look at something or when you gain knowledge, you should, first of all, you should make sure that the learning, you will be getting the updated knowledge. And secondly, like Nipin mentioned, when you learn digital marketing, it has got different scenarios. So like you can't be a digital marketing follow understanding all the concept, all the tools or technologies related to digital marketing. You may be starting with the first thing like Facebook or then Instagram, then you will be stepping into social SEO, then stepping into the other aspects. So likewise, your learning should be organized. So if you learn digital marketing, you should start from somewhere. Maybe a website is something that you can start with, because all organization will have a website. So it acts as a backbone of all the processes. Then you can step into the other social media. So when you take a course or follow a course, the course should have, first of all, the updated content. Then second is that it should be organized. And then whichever content you access, the content will be accessible for you through different platforms. And it doesn't restrict yourself only in front of a computer. Like, so think that you have content, you can access it only through a laptop. Sometimes you may be traveling, maybe a person who travels 1 or 1.5 hours a day. In that case, you can also learn while you are moving. And mobile version of the learning platform should also help you to learn while you are moving. So these are the things that you should keep in mind while looking for knowledge. The second thing, normally when we do a course or when we are doing a graduation or a post-graduation program, we will be learning a lot of subjects. But what happens is, for a potential danger that we have in the university curriculum, we don't get opportunity to practice most of the thing. We learn a lot of theory, but we don't have the opportunity to practice. So whichever course that you do, because you are doing a skill course, when you do a skills course, don't even, knowledge is important, but whatever knowledge you gain, you should practice it and make it a skill. So how can you convert your knowledge into a skill? Whichever thing that you learn, like Nipin was mentioning about creating materials or posters through Canva kind of platforms or similar tools. Whatever you learn, you should become skillful by practicing something. So the course you select should have at least 70% of practical content. So don't go for a course which teaches everything through a video materials. Just by watching, you can't learn anything. So whatever you learn, you should practice more than you learn. So one percentage you should see over there is at least 70% of the content should be hands-on. Then the course should challenge you in the form of assignments, case studies, projects. So whatever things that you do in the form of a case study or a project or an assignment will definitely help you to enhance your knowledge. So that is the second layer of the pyramid. Now let's move to the top of the pyramid. Ultimately, when you gain knowledge and practice and you become skillful after learning something, and the ultimate thing in the knowledge learning process is you should have the confidence, courage to practice something. So think that you get a real-time opportunity. Think that somebody is coming to you and asking you to create a website. You might have learned WordPress as a tool to create a website, but you have never hosted a website. But somebody approaches you to create and develop and host a website. Your knowledge is partial. You can't do that. So that is a real-time scenario that you get. So in that case, if you have already hosted a website, then you can easily accept the opportunity that comes to you.
So what an internship offers is whichever course that you select should have an internship kind of a component that will help you to practice or take a real-time project or real-time scenario and then solve it for whoever approaches you. So if you have all the three components like the knowledge, the skill, and the abilities, then you can go ahead with the learning. And then what lies with ICT Academy? ICT Academy provides through the Kerala Knowledge Economy Mission project. ICT Academy provides a lot of skilling opportunity, and digital marketing is one of the opportunities that we have. That's the reason why since we are talking only about digital marketing today, I'm just mentioning about digital marketing. So these are the other possible skilling opportunities that is in front of you. And finally, the kind of course. So I told you about the pyramid and the three things: the knowledge, the skill, and as well as the internship opportunity. And ICT Academy's course provides you all the three. It provides you the knowledge, and since we are offering a 6-month certification program, out of which the first 4 months are for learning. So you can do the learning while practicing in the first 4 months of the course. And the course is completely offered in a hybrid mode. And this is an online course with the instructor coming online and teaching you on training you. And on the other side, you have recorded materials available to learn out of the live hours. And then we will be having live sessions from the instructor as well. And in the 5th month, after you learn, practice a lot of things, techniques related to digital marketing, the 5th month is for a capstone project. Whatever you learn can be implemented through a project. In the project, actually, we connected it as a peer project. We will make you into a small group of 4 or 5 members so that you can solve a problem combining with your peers. So think that you don't have, you are not a designer. Some of your class batchmates are good in designing. So you can share the responsibility, and then ultimately you'll be having a product that actually looks good. And what happens in the internship? So finally, in the 6th month of the course, we will provide you an internship with TCS Ion as a platform. That's actually a platform that we through which we offer the internship, where the internship is done as an individual one. So our expectation is that after the 5 months of the course, you will be in a position to do solve any problem. So when we give you an internship, a different problem statement, and you will be in a position to crack that problem. So that will definitely help you to grab any opportunity comes after that. So these are about the course that ICT Academy offers. So my colleague Srikumar will be explaining about the project. Somebody was asking about how can I enroll. Everything will be explained by my colleague Srikumar. Over to you, Srikumar. Yeah, thank you, Riji. So I will take only a couple of minutes to explain the project, as most of the things are explained by Nibin as well as Riji. The final part of this webinar is how can actually I am apply for a job, or how many openings are presently available in the system called DWMS. So that is the thing I'm going to explain. I hope actually there is 2 category of people are attending this webinar today. One, you already may be registered with the DWMS website, you having a user credentials. Another people, you may not actually register with the DWMS. So first I will giving how actually you use the platform effectively. People who already registered with the specific website, that's a job portal. So people who having the DWMS the credentials, you please actually frequently, at least twice, at least 2 days in a day, please log in and check out actually what are the openings are listed. Current scenario as of today morning, from the digital marketing perspective, actually we have nearly 46 openings are available. People who are already having skills can actually get into the platform and apply for the positions. And based on your skills, the interviews will be scheduled, and actually you will be hired. Regarding the trends, actually, I would like to mention the last 6 months, nearly 412 openings are actually listed in the DWMS website on the specific category of digital marketing. So if you take the multiple technology, like actually the programming language and other actually high-end technology like full stack development or actually data science or MLA, people having not willing to get into a programming in this line, but actually get into the IT related industry with the digital space,
then the digital marketing is one of the best opportunity for the most of the people. It actually a quite number of good openings are actually always available in inside Kerala and outside Kerala. It is not only inside Kerala, outside Kerala also. People who are all not registered with the DWMS, I will share a link in the chat. You please, after completing this webinar, you just use the link and actually complete your registration process. The registration is very simple because it's something like that. It will ask you to update all your personal details as the skill details. Once the details are uploaded in the specific portals, the Government of Kerala portal, then the companies which already registered for a specific openings, they can easily can actually fetch out your details, and they will schedule the resume for you people. If the skill is not completely listed also, you can actually search based on the skill set you have. Whenever actually you are logging to your specific portal, the dashboard itself, you can search actually digital marketing jobs like that. If you are putting this, it will show actually what are the digital marketing jobs presently available in actually maybe it will having the last the closing date and all other information is also available in the details itself. So that way also you can you are actually allowed to apply for a job, but actually we are recommending if you are completing your skilling update 100%, then automatically the companies will get a notification whenever the companies are coming to a specific portal, and they're actually checking actually the specific skills. If he's checking a specific skill on search engine optimization, how many candidates are available with the search engine optimization skills means, then it will automatically fetch your details and it will show in front of the recruiter. The recruiter actually connected with you and schedule the interview. So that way it will happen. Otherwise, you also apply for a specific position. If actually you are fulfilling the criteria of the companies, then they will schedule the interview and actually they will take the process further. So that is the way you can actually start your career using this special initiative. So if you are not having a skills, that is the second question comes actually, as it mentioned in the initial stage itself. We are actually providing the placement for the skilled people. Actually, normally companies prefer to hire the skilled people because they're not in a position to actually giving a skill inside the company. Whenever actually you are onboarded, then you are billable from the day one itself. You need to be productive. So if you are not having a skills, then what is the facility that the specific actually the government initiative providing is? It actually providing a skilling also with up to 100% of scholarship. That means they may actually conducting a scholarship exam based on your performance. You are actually eligible for a scholarship. In the case of female candidates, they can get up to 100% scholarship. That means without paying any single penny, they can actually undergo the skilling program. End of the skilling program, automatically you are actually eligible to get a placement assistance as part of the knowledge economy mission. In the case of male candidate, you can get up to 70% of scholarship of the course fee. That means 70% of the fee is paid by the government. Then government paying for you and actually skilling you. Then actually they're placing in front, you in front of the companies which is looking for a specific skill. That is the second option. So people who are already having a digital marketing skills, you can use actually the system, actually the digital workforce management system effectively from today onwards to apply for the position. And because one of the challenge what we are facing is most of the time there is a lot of openings are there. The students are actually not applying for the specific opening. Maybe you may not aware actually how to apply and other things also. That's why we are actually keeping this awareness session to emphasize you that there is a lot of openings are available on the portal, and every day actually we are adding new jobs. Actually, there is a lot of new companies because the government is taking it's a very big initiative to reach at least minimum 20 lakhs people need to be placed before 2026. So there is a lot of actually attractions are happening from the company side. So all the technoparks, infoparks, and other parts are working together and actually putting all their requirements in the specific platform, ensuring that actually the beneficiaries who are actually coming to this specific platform are getting enough opportunities and actually starting their career. So you have two options. If you are having a skill, you can immediately start to apply for an interview and refresh your skills, attend the interviews and clear it. If you are not having a skills, then also
you can utilize this specific platform to actually upskill yourself and actually getting a job. So all the programs which we mentioned, actually Riji is mentioned, actually there is 5 to 6 different technology programs. There with the scholarship, government is planning to start a program from the month of August itself. August 5th, actually tentatively we are starting the program. If you are looking for skills, you can actually register for the scholarship examination. Then actually you try to get a government scholarship. That link is already shared by our team. You can go for a registration directly. Meantime, you will actually do a registration with the DWMS, the portal that actually the link already I shared. That is a mandatory thing actually. When who are actually availing any services from the government coming under the Kerala Knowledge Economy Mission should actually having a valid DWMS registration. So I'm recommending all the candidates to complete the DWMS registration at the earliest. It will take actually nearly for user credentials, it will take nearly 10 to 15 minutes to update all your skills and other things. Maybe maximum within 30 minutes, you can make your profile a 100% attractive profile for the employers. So that you complete. If you need a skill, then ICT Academy is actually ready to assist you, because as we are also part of a skilling also, the people who are actually undergoing a skilling program with us, we are actually guiding them on all the levels and actually helping them to getting a placement through this initiative itself. So this is the important things I would like to share as part of the project called Kerala Knowledge Economy Mission. It is coming under KDISC. Actually, KDISC is an umbrella entity which is doing a lot of skilling activities inside the Kerala. So this is a very unique thing started by the government. You may not see such an initiative in anywhere in the world. We may say actually anywhere in the world. The government is actually running such a platform to bringing the students as well as the companies together and actually providing a transparent environment to getting a better opportunity for the students community. That's from my side. I hope actually we'll move to Q&A. If any technical Q&A means actually Nibin will answer it. If anything other than the project and the administrative things means myself and Riji will answer. Thank you. Thank you. Thank you, sir. Now the floor is open for Q&A. If you have any queries regarding the course structure, everything, you can put it in the chat or unmute yourself and ask. Yes, feedback link. Actually, we will provide a feedback link. Post you can just log into our website. I had shared the link. It describes every course details, and we provide scholarship. Actually, this institution is running under Kerala Government Knowledge Economic Mission, so that we are also providing scholarship. Yes, for the scholarship, there is one criteria. You have to register through our website, then you will get an entrance test. In that entrance test, there is one criteria mark we will provide, and you have if you are scoring above that mark, you will get a scholarship. I will add into that actually what Nidin did. There is admission cum scholarship examination that is going to happen on 16th onwards. Actually, we are planning to do it on a couple of Saturdays. Actually, it will happen on only Saturdays. It is a 1 hour self-proctored test. You may attend anywhere in India or actually in abroad based on your comfortable location. It having normally the questions will come in from 3 different domains. One is logical and verbal and numerical reasoning, and actually a basic computer, because actually as digital marketing is having a little bit of the technology flavor also, they are actually testing the basic computer skills also. People who are scoring actually more than 61% in the scholarship examinations are eligible for the scholarship actually offered by Government of Kerala. The scholarship that I already mentioned, if actually the candidate who's scoring more than 61% is a female candidate, then she is eligible for a 100% scholarship. That case actually she need not to pay any scholarship, any course fees for a specific program.
she need to actually complete some document submission. We will do a document verification. Then actually she is eligible for a scholarship. Then actually we will take her to the admission. Then in the case she need to pay only a caution deposit of 1,000 rupees that will be refunded once she is actually successfully completing the program. Why the caution deposit is actually implemented means otherwise what happens means maybe the trespassers will come simply write the examination and they will take the scholarship. They may not utilize the actually the service the full of actually what is the intention government have. So we don't want to waste a scholarship to such a people. So that's why we would like to ensure only interested people are actually taking this program. The case of it's a male candidate, that 70% of the course fee will be paid by the government. Only actually remaining 30% the candidate need to be paid. The total course fees is actually it comes around 25K plus tax. So out of that 75% means it will pay government. So you may need to pay around actually 7,000 or 8,000 rupees something. It's a simple calculation, you can do it. Other people's having it other different slabs of the scholarship pattern is there. So when you are applying for the scholarship examinations, you may actually see a terms and condition actual link. But clicking the link means you will see all the actually the scholarship pattern and available scholarship and scholarship slabs and everything is very briefly mentioned over there. So that will give you a fair idea about the scholarship scheme. There's one more question. It's this exam online. It is online. This is self-proctored online test. You should have a system with a webcam. So without webcam, you can't able to take up the test. It is done by a third party. So we will share actually all the details once you complete the registration. Also, we having a specific session for the people who register, explaining how to actually take the examinations. So that will actually come as part of this initiative. So once completed the registration, you will get subsequent mails from our side having the syllabus, the sample question papers. Then we will having an orientation on how to handle the examination and other things. So afterwards only you will actually go for the examination. So if you have any more queries, we will stay back for 2 more minutes. I don't see any specific question towards. Yes. So now I invite Mr. Crispin to deliver the word of thanks. Good evening, everyone. With this, we have come to the end of the webinar session. So myself, Crispin, Project Associate at ICT Academy of Kerala. It is such an honor for me to get the opportunity to thank you all on behalf of Kerala Knowledge Economy Mission and ICT Academy of Kerala. I feel immense pleasure to propose a vote of thanks to our speaker, Nipin Shah. A big thank you, Nipin, for this fabulous session. A special thanks to Mr. Rijin Endas, Head Knowledge Officer, ICT Academy of Kerala, and Mr. Srikumar KV, Head of Retail Operations, ICT Academy of Kerala, for providing immense support to make this webinar successful. I extend my gratitude to Mr. Nidesh, Assistant Manager, ICT Academy of Kerala, for organizing and monitoring this webinar. Last but not least, thank you to each and every one of you for joining and making this webinar successful. Once again, thank you all very much for being with us today. Thank you very much. Again, if you have any more queries regarding the course structure, you can contact us freely at any time. The contact number is available in the chat. Thank you. Thank you, Nipin sir. Thank you all. Thank you so much. Thanks for the opportunity and all the very best to the participants.